ഓണപ്പൂക്കളത്തിന് നടുവിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നതാണ് മലയാളിയുടെ പതിവ്. അരിമാവ് കൊണ്ട് കോലമിട്ട് അതിനൊപ്പം പൂക്കളമൊരുക്കി നടുവിൽ കളിമണ്ണ് കൊണ്ടുള്ള മാതേവരെ വെച്ച് പൂജിക്കുന്ന ആചാരത്തിന് ഇത്തവണ ഒരു പുതിയ കൂട്ടുകാരൻ കൂടി. ഓണത്തപ്പനൊപ്പം മഹാബലിയുടെ പ്രതിമയും വെച്ച് പൂജിക്കാം. വ്യത്യസ്തമായ ഈ ആശയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മേലാർക്കോട് വടക്കേത്തറ തുമ്പയിൽ വീട്ടിൽ കാർത്തിക സുനിൽ. ഓണത്തപ്പനെ ഒരുക്കുന്നതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് കളിമണ്ണാണ്. എന്നാൽ സമീപകാലത്ത് കളിമണ്ണ് എളുപ്പത്തിൽ ലഭിക്കാത്തത് ഓണത്തപ്പൻ നിർമ്മിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. വിപണിയിൽ നിന്ന് ഓണത്തപ്പനെ വാങ്ങാൻ കഴിയുമെങ്കിലും എല്ലായിടത്തും സുലഭമായി ലഭിക്കണമെന്നില്ല. ആവശ്യക്കാർക്ക് അന്വേഷിച്ചാൽ സംഘടിപ്പിക്കാം എന്നതാണ് സ്ഥിതി. ഈ സാഹചര്യത്തിലാണ് ഓണാഘോഷത്തിന് കൂടുതൽ പുതുമ നൽകുന്ന ആശയവുമായി കാർത്തിക എത്തുന്നത്. കളിമണ്ണിൽ തീർത്ത 1.5 അടി ഉയരമുള്ള മനോഹരമായ മഹാബലിയുടെ പ്രതിമയാണ് കാർത്തിക ഒരുക്കിയിരിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായും വീടിന്റെ അലങ്കാരത്തിനായും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്രതിമയുടെ നിർമ്മാണം. കഴിഞ്ഞ ഓണത്തിന് മഹാബലിയുടെ ഒരു പ്രതിമ വേണമെന്ന ആഗ്രഹം കാർത്തികയ്ക്കുണ്ടായിരുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും തനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള മഹാബലിയുടെ പ്രതിമ കണ്ടെത്താനായില്ല. അവിടെയാണ് ഒരു പുതിയ ആശയം മനസ്സിൽ തെളിഞ്ഞത്. വിപണിയിൽ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം മഹാബലിയുടെ പ്രതിമ സ്വന്തമായി ഉണ്ടാക്കി വിൽപ്പന നടത്തിയാലോ? പിന്നെ അന്വേഷണം അതിനായി. ഏപ്രിൽ മുതൽ മഹാബലിയുടെ പ്രതിമ നിർമ്മിക്കാൻ കഴിയുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കാർത്തിക. അന്വേഷണം കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ഒടുവിൽ സേലം വരെ എത്തി. സേലത്തെത്തിയപ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് തമിഴ്നാട്ടിലെത്തി പ്രതിമകൾ നിർമ്മിച്ചു നൽകുന്ന ഒരാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മേലാർകോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ പ്രതിമ നിർമ്മാണം ആരംഭിച്ചതോടെ മറ്റൊരു പ്രതിസന്ധി. മഹാബലിയുടെ പ്രതിമയ്ക്കാവശ്യമായ മോൾഡ് എവിടെയും ലഭ്യമല്ല. സാധാരണ രൂപത്തിലുള്ള പ്രതിമയല്ല, ഓണവുമായി ചേർന്ന് നിൽക്കുന്ന തനത് മഹാബലി രൂപമാണ് കാർത്തിക ലക്ഷ്യമിട്ടത്. ഒടുവിൽ തന്റെ മനസ്സിലുള്ള മഹാബലിയുടെ രൂപം കാർത്തിക തന്നെ വരച്ചു നൽകി. കുടവയറും കൊമ്പൻ മീശയും ഓലക്കുടയും കയ്യിലേന്തി നിൽക്കുന്ന മഹാബലി. ആ രൂപം അടിസ്ഥാനമാക്കി മോൾഡ് തയ്യാറാക്കുകയായിരുന്നു. പ്രതിമയുടെ കൈകൾ പ്രത്യേകം നിർമ്മിച്ച് പിന്നീട് ശരീരത്തിൽ ഘടിപ്പിച്ചാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് 1.5 അടി ഉയരമുള്ള മനോഹരമായ മഹാബലിയുടെ പ്രതിമ രൂപം കൊണ്ടത്. ഓണത്തപ്പനെ ചുറ്റിപ്പറ്റിയുള്ള പരമ്പരാഗത വിശ്വാസത്തിനൊപ്പം മഹാബലിയുടെ സാന്നിധ്യം കൂടി ചേർക്കുകയാണ് കാർത്തികയുടെ ശ്രമം. ഓണം എന്നത് വെറുമൊരു ആഘോഷമല്ലെന്നും പാരമ്പര്യങ്ങളെയും ഓർമ്മകളെയും പുതിയ തലമുറയിലേക്ക് കൈമാറുന്ന അവസരമാണെന്നും ഈ സംരംഭം ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ മഹാബലിയുടെ പ്രതിമ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത് എന്നാണ് കാർത്തിക പറയുന്നത്. നമ്മുടെ ദേശീയോത്സവമാണല്ലോ ഓണം കേരളത്തിൽ. ഞാൻ കഴിഞ്ഞ വർഷം ഈ മാവേലി പ്രതിമ അന്വേഷിച്ച് കേരളത്തിൽ മുഴുവൻ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടുന്നും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ തന്നെ ഇങ്ങനെയൊരു പ്രതിമ ഉണ്ടാക്കിയാൽ എന്താണെന്ന്. അങ്ങനെയാണ് ആ ഒരു ഇതിലാണ് ഞാൻ മാവേലിയുടെ പ്രതിമ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഞാൻ തമിഴ്നാട് വരെ പോയി അന്വേഷിച്ചു. സേലം, കോയമ്പത്തൂർ എല്ലാവിടെയും പോയി ഇതുണ്ടാക്കാനുള്ള ആൾക്കാരെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ആരുടെ അടുത്തും മോൾഡില്ല. പിന്നെ അവർക്കിത് ഒരു പരിചയമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് എനിക്ക് രാജസ്ഥാനിലെ ഒരാളുടെ നമ്പർ കിട്ടി. അവരെ വിളിച്ചിട്ട് ഉണ്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. പക്ഷേ അവൻ ഇവിടെ വന്നപ്പോഴും അവരുടെ കയ്യിൽ മോൾഡില്ല. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് ഒരു മോൾഡ് ഉണ്ടാക്കാൻ അവൻ്റെ കൂടെ നിന്ന് സഹായിച്ച് മോൾഡ് ഉണ്ടാക്കിയ ശേഷമാണ് ഞങ്ങളിത് പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഒരെണ്ണം എല്ലാം ചെയ്ത് ഒരു ബോക്സിലാക്കി നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് അടക്കം 750 രൂപയോളം ചിലവ് വരുന്നുണ്ട് നമുക്ക് ഒന്നിന്. 1000 പീസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പകുതിയോളമൊക്കെ സെയിലായി. ബാക്കി ഇനിയിപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, വാങ്ങിക്കാൻ അറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അറിഞ്ഞു വരുന്നവരാണ് ഇവിടെ ഉണ്ടാക്കേണ്ടതെന്നും അറിഞ്ഞു വരുന്നവരാണ്. ഇനിയും നമ്മൾക്ക് നോക്കാം. വിഷുവിനും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ഐഡിയ ആണ് വരുന്നതെന്ന് അറിയില്ലല്ലോ, നോക്കാം. ഉണ്ടാക്കാൻ സഹായിക്കാൻ പറയാൻ ഞാൻ തന്നെയാണ് എല്ലാറ്റിനും. പിന്നെ സെയിൽസിനൊക്കെ അങ്ങനെ ഓരോരുത്തർ വേണം പറഞ്ഞ് പോകുമ്പോൾ അതുപോലെ എൻ്റെ അമ്മാവൻ്റെ മോനുണ്ട്, അവരുടെ ഒപ്പമാണ് സെയിലിനൊക്കെ പോകുന്നത്. അതെ, കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയ ആളെ അന്വേഷിക്കാൻ. പക്ഷെ എനിക്ക് കിട്ടിയത് അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ അങ്ങനെ അവരെ കണ്ടുപിടിച്ച ശേഷം അവരെ കൊണ്ടുവന്ന് ഒരു ഷെഡ് എടുത്ത് താമസിപ്പിച്ച് നമ്മളിത് പറഞ്ഞു കൊടുത്ത് എന്നിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. പൂക്കളത്തിനരികിൽ ഓണത്തപ്പനൊപ്പം മഹാബലിയെ പ്രതിഷ്ഠിക്കാമെന്നതാണ് ഈ പ്രതിമയുടെ പ്രത്യേകത. ഓണാഘോഷം കഴിഞ്ഞാലും പ്രതിമ ഉപേക്ഷിക്കേണ്ടതില്ല. വീടിന്റെ ഷോക്കേസിലോ അലങ്കാര ഇടങ്ങളിലോ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഉപയോഗിച്ച് മാറ്റിവെക്കുന്ന ഓണക്കാഴ്ചയല്ല ഇത്. ഓണം കഴിഞ്ഞാലും വീട്ടിൽ സൂക്ഷിക്കാവുന്ന ഒരു ഓർമ്മച്ചെപ്പായി മഹാബലി മാറും. അനൂപ് വി പുലമ്പാടത്തോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്, പാലക്കാട്.